2026 കിടക്കുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസ. നമ്മൾ മറ്റൊരു വർഷം കൂടി പിന്നിട്ടിരിക്കുക. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും നിഴലുകൾ ഒരുപോലെ നാം കണ്ടവരാണ്. ചിലർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടായ വർഷമായിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് വലിയ നഷ്ടങ്ങളോ പ്രതീക്ഷിച്ച ഫലം ലഭിക്കാത്തതായ വർഷമായിരിക്കും ഒരുപക്ഷെ കടന്നുപോയത്. എന്നാൽ ഇന്ന് ഈ പുതുവർഷത്തിൻ്റെ സന്തോഷവേളയിൽ നിൽക്കുമ്പോൾ നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇതുവരെ വഴി നടത്തിയ ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളതാണ്. പലപ്പോഴും പുതിയൊരു വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരുതരം ആശങ്ക ഉണ്ടാകാറുണ്ട്. ഈ വർഷം എന്താകും സംഭവിക്കുക, അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ഭദ്രത എങ്ങനെ ഉണ്ടാകും, അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ഭാവി എന്താകും എന്നിങ്ങനെ നൂറുകണക്കിന് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നുണ്ടാകും. എന്നാൽ ഈ 2026 ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് എന്നുള്ളത് യെശയ്യാവ് 41:10 നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ക്രിസ്തു നമ്മോട് പറയുന്നത്, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഈ വചനത്തിൽ 4 കാര്യങ്ങളാണ് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒന്നാമതായി ദൈവത്തിൻ്റെ സാമീപ്യം. ലോകം നമ്മെ ഒറ്റപ്പെടുത്തിയാലും അവൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്നു. രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ ശക്തി. നമ്മുടെ ബലഹീനതകളെ നമ്മെ താങ്ങുവാൻ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് നൽകപ്പെടും. മൂന്നാമതായി ദൈവത്തിൻ്റെ സഹായം. മനുഷ്യർക്ക് നൽകാൻ കഴിയാത്ത സഹായം സ്വർഗത്തിൽ നിന്ന് ക്രിസ്തു നമുക്ക് നൽകുമെന്നുള്ളതായ ഉറപ്പ്. നാലാമതായി ദൈവത്തിൻ്റെ സുരക്ഷിതത്വം. വീണുപോകാതെ നമ്മെ താങ്ങുവാൻ ക്രിസ്തുവിൻ്റെ നീതിയുള്ള കരങ്ങൾ എപ്പോഴും ഉണ്ട് എന്നുള്ള ഒരു മഹത്തായ ഉറപ്പ്. നമുക്കറിയാം, ക്രിസ്തു വേഗത്തിൽ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് പോകും. അതിൻ്റെ ഭയങ്കരമായ അടയാളങ്ങളെയും ഈ ലോകത്തിൽ നാം കാണുന്നുണ്ട് ഓരോ നാളും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവയൊന്നും ഭയപ്പെടാനുള്ള ഒരു കാരണമല്ല, മറിച്ച് നമ്മുടെ വിടുതൽ അടുത്തിരിക്കുന്നു എന്നതിൻ്റെ മനോഹരമായ സൂചനകളാണ്. ആയതിനാൽ ഈ വർഷം നാം എടുക്കേണ്ട ഏറ്റവും വലിയ തീരുമാനം എന്നത് ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നുള്ളത് മാത്രമാണ്. നമ്മുടെ പഴയ തെറ്റുകളും പരാജയങ്ങളും ഇവിടെ നമുക്ക് ഉപേക്ഷിക്കാം. ക്രിസ്തുവിൽ നമുക്കൊരു പുതിയ സൃഷ്ടിയായിട്ട് മാറാം. പഴയത് കഴിഞ്ഞു ഇതാ എല്ലാം പുതിയതായി തീർന്നിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയും. ഈ 2026 നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞുപോയ വഴികൾ തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്ക് സൗഖ്യവും, സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടുന്നവർക്ക് പുതിയ വഴികളും, സമാധാനമില്ലാത്ത കുടുംബങ്ങളിൽ സ്വർഗീയ സമാധാനവും ഈ വർഷം ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും കരുതലും നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടാതെ പ്രത്യാശയോടെ ഈ വർഷത്തെ നമുക്ക് സ്വീകരിക്കാം. ദൈവം നിങ്ങളേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഏവർക്കും ഐശ്വര്യപൂർണമായ ഒരു പുതുവർഷം ഞാൻ ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ്.